കോഴിക്കോടിൻ്റെ പൊതുവായിട്ടുള്ളത് ഇപ്പോൾ UDF വരണമെന്നാണ്. അവസാനമായിട്ട് LDF ചെയ്തത് ജയിലിൽ കൊത്തും കൊലപാതകവും നടത്തിയിട്ടുള്ള ഓർക്കാണ് ശമ്പളം വർധന. കോയിന്തച്ചാമീൻ്റെ മാതിരിയുള്ള ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ചാക്ക് വേണം നോട്ട് കൊണ്ടുപോകാൻ. കേരളം ഒന്നും അല്ലാണ്ടായി, ജനങ്ങളൊന്നും അല്ലാണ്ടായി പോകും. ദിനേശ് പീഡി ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഈ കമ്പ്യൂട്ടർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? കോടിക്കണക്കിന് ഉറുപ്പ്യ പാർട്ടിയിലേക്ക് കയറുക ചെയ്യുന്നത്. കൂലിപ്പണി എടുക്കുന്ന ആളുകളെ കീശയിൽ പോകുന്ന നികുതി പണം. ഉമ്മൻചാണ്ടിൻ്റെ മാതിരിയുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ ജനത നമ്പർ 1 ആണ്. എല്ലാവർക്കും മനസ്സിലൊരു രാശിയുണ്ടാവും. ഈ കോഴിക്കോട് ഒന്നൊക്കെ LDF അറിയാൻ സാധ്യതയുണ്ട്. नमस्कार, आप देख रहे हैं KTV भारत में हूँ वर्षा वेणुगोपाल और आज मेरा तीसरा दिन है केरला दौर का, क्योंकि केरला में असेंबली इलेक्शंस आने वाले हैं और मैं आज हूँ कोझिकोड में। मेरा तीसरा स्थान है कोझिकोड और कोझिकोड में जब हम लोग देख रहे हैं वो LDF वर्सेस UDF वर्सेस BJP का एक अच्छा खासा मैच यहाँ पे होने वाला है, अगर मैं आपको बताऊँ तो। और LDF की अगर हम बात करें तो अहमद देवरकोविल जो है वो है कोझिकोड साउथ के कैंडिडेट LDF से। UDF से जो कैंडिडेट है वो है फैसल बाबू, वो भी कोझिकोड साउथ से है। और कोझिकोड साउथ से NDA के कैंडिडेट है T रिनीश। तो ये तीनों के बीच जो है कोझिकोड साउथ में मुकाबला होने वाला है। और मैं ऐसी जा रही थी, मैं देख रही थी कितनी सुंदर जगह है कोझिकोड। मोस्टली कोझिकोड में खाना ज़्यादा फेमस है, तो मैं खाने की तलाश में निकली थी, लेकिन मुझे एक वोटर मिल गए और मैं उनसे बात करना चाहती हूँ कि हम कड़नूर कासरगोड तो देख लिए कि वहाँ पे रुख कैसा है, तो हम देखना चाहते हैं कि कोझिकोड में रुख कैसा है. सो നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വർത്തമാനങ്ങൾ. ഇപ്പോൾ ഇലക്ഷൻ ചൂട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എന്താണ് ചേട്ടാ ഇപ്പോൾ കോഴിക്കോടിൻ്റെ എങ്ങോട്ടാണ് കോഴിക്കോടിൻ്റെ ഒരു ചാഞ്ചാട്ടം? LDF വീണ്ടും വരണമെന്നാണോ, UDF വരണമെന്നാണോ, അതോ NDA വരണമെന്നാണോ? കോഴിക്കോടിൻ്റെ പൊതുവായിട്ടുള്ളത് ഇപ്പോൾ UDF വരണമെന്നാണ്. കാരണം ഇവിടുത്തെ കഴിഞ്ഞ 10 കൊല്ലത്തെ വികസനങ്ങൾ പാർട്ടിക്ക് LDF മാത്രം ഗുണമുള്ളതാണ്. കാരണം ഏറ്റവും അവസാനമായിട്ട് LDF ചെയ്തത് ഇവിടെ ആശാ വർക്കർമാർക്കും അംഗനവാടിക്കാർക്കും കൂടി ശമ്പളം കയറ്റി കൊടുക്കാതെ ജയിലിൽ കൊത്തും കൊലപാതകവും നടത്തിയിട്ടുള്ള ഓർക്കാണ് ശമ്പളം വർധന. അതായത് ഒരു ബാല്യക്കാരത്തിനെ ട്രെയിനിൽ നിന്ന് പീഡിപ്പിച്ച് ആ കോയിന്തച്ചാമീൻ്റെ മാതിരിയുള്ള ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ചാക്ക് വേണം നോട്ട് കൊണ്ടുപോകാൻ. അത്രയും പൈസയാണ് ഇവർ LDF കയറ്റി കൊടുത്തത്. ഇതിങ്ങനെ നീണ്ടു പോകുകയാണെങ്കിൽ കേരളം ഒന്നും അല്ലാണ്ടായി, ജനങ്ങളൊന്നും അല്ലാണ്ടായി പോകും. ഇവിടെ അക്രമികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ജയിലിലേക്ക്. ഏറ്റവും അവസാനമായിട്ട് ഇടതുപക്ഷം ചെയ്ത ഏറ്റവും വലിയൊരു പാതകം എന്ന് പറഞ്ഞാൽ ഇവിടെ 1612 പ്രോപ്പർട്ടി സ്ഥാപനങ്ങളുണ്ട്. അതിനനുബന്ധമായിട്ട് 4000 ചില്ലാനം സ്ഥാപനങ്ങളുണ്ട്. അതിന് ഒന്നിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ. അതുണ്ടാക്കാൻ ഏഷ്യയിൽ ഏറ്റവും നല്ല സ്ഥാപനത്തിന് 300 ചില്ലാനം കോടി രൂപ കൊടുക്കാണ്ട് 7,000 ചില്ലാനം കോടതിക്ക് ആർക്കാണ് കൊടുത്തറിയോ? കണ്ണൂരുള്ള ദിനേശ് പീഡി കമ്പനിക്കാണ്. ദിനേശ് പീഡി ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഈ കമ്പ്യൂട്ടർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? അതാണ് ഏറ്റവും അവസാനം കോടിക്കണക്കിന് ഉറുപ്പ്യ പാർട്ടിയിലേക്ക് കയറുക ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങളെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പാവപ്പെട്ട എന്നെപ്പോലുള്ള ഒരു ഓട്ടോ ഡ്രൈവറുമാരുള്ള അവനെപ്പോലുള്ള ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഈച്ചയിൽ കൂലിപ്പണി എടുക്കുന്ന ആളുകളെ കീശയിൽ പോകുന്ന നികുതി പണം. അല്ലാണ്ട് ഇനി മറ്റൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ ഒരു 10 വർഷം മുന്നേ ഒരാൾ വെച്ചിരുന്നു, ഒരു ഉമ്മൻചാണ്ടി. അയാളെ ഒരു ഭരണത്തിൻ്റെ രീതി ഇനി വരികയാണെങ്കിൽ കേരളത്തിലെ ജനത നമ്പർ 1 ആവും. ഉമ്മൻചാണ്ടി മിസ് ചെയ്യുന്നുണ്ട്. കാരണം അയാളെ എല്ലാവരും കൂടി വേണ്ടാത്ത രീതിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു അയാൾ. നല്ല പ്രവർത്തനങ്ങൾ അയാൾ ചെയ്തത് എന്നും. ഞാൻ ഒരു നിഷ്പക്ഷപാതി ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലൊരു രാശിയുണ്ടാവും.
അപ്പോൾ അദ്ദേഹം നല്ല ഒരു വർക്കറാണ്. അതേമാതിരി ആരെങ്കിലും ഇനി വന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുക. അതേമാതിരി ആരെങ്കിലും LDF ആയാലും UDF ആയാലും പ്രശ്നമില്ല, പക്ഷെ അതേമാതിരി ഉമ്മൻചാണ്ടിൻ്റെ മാതിരിയുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ വന്നെങ്കിൽ എന്ന് നമ്മൾ പ്രത്യാശിക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും ചേട്ടൻ്റെ ഒരു വോട്ട്, ചേട്ടന് ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിൽ മനസ്സിലായി. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഈ പ്രചാരണമൊക്കെ നടക്കുമ്പോൾ ആരുടെ ഇതുവരെ വന്നിട്ടുള്ള ഏത് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആരാണ് ചേട്ടന് തോന്നിയതൊക്കെ ഈ വർത്താണ്, നമ്മുടെ ഈ ഉമ്മൻചാണ്ടിയെ പോലെ പറ്റുന്ന ഒരാളാണ് എന്ന് തോന്നിയ ഒരു? കോഴിക്കോട് ഇപ്പം UDF-നാണ്. ഈ കോഴിക്കോട് ഒന്നൊക്കെ LDF-ന് അറിയാൻ സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ടൊക്കെ UDF-നാണ് ഒരു ചായ്വ് കാണുന്നത്. നമ്മൾ ഈ പത്രത്തിലും TV-യിലും കാണുന്ന അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട്. सो आप जैसा देख रहे हैं कि कोഴിക്കോട് में भी लोग चाहते हैं कि उम्मन चांडी जैसे कोई जो एक्स CM थे पिनराई विजयन से पहले वो वैसा कोई आए ताकि केरला वापस वैसा हो सके, क्योंकि अभी लोग बदलाव चाहते हैं. ये लोगों से हमें समझ आ रहा है कि लोग बदलाव चाहते हैं और ये बदलाव वो UDF में चाहते हैं, UDF के साथ चाहते हैं ये बदलाव, और उनका रुख जो है वो UDF के साथ ही जा रहा है. तो देखते रहिए KTV भारत और अपडेट्स के लिए. मैं हूँ वर्षा वेणुगोपाल, कैमरामैन नवीन कुमार के साथ, कोझिकोड, केरला.